അഖില CP വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അഖില, 8:30 മണിയായിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ചെറിയൊരു കുറവ് അല്ലെങ്കിൽ ഒരു ആശ്വാസകരമായ ഒരു തീ ആളിപ്പടരുന്നതിന്റെ തോതിലുള്ള ഒരു കുറവ് ദൃശ്യമാകുന്നുണ്ടോ? അതായത് മാധു, ആളി പടരുന്നതിലൊരു കുറവ് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ബസ് സ്റ്റാൻഡിന് തൊട്ട് മുൻപിലുള്ള മെഡിക്കൽ ഷോപ്പിലേക്ക് തീ പടരാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. അത് ആദ്യം തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അത് കെടുത്തിയിരുന്നു. പക്ഷേ ഈ ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് കൂടി തീ ഇപ്പോൾ പടർന്നിരിക്കുകയാണ്. അത് വലിയ രീതിയിലൊരു അപകടം വരുത്തി വെച്ചേക്കാം എന്നാണ് നമ്മൾക്ക് തോന്നുന്നത്. കാരണം മെഡിക്കൽ ഷോപ്പാണ്, പല കെമിക്കൽ വസ്തുക്കളും ഉണ്ടാകും. അത്തരത്തിൽ അതിലേക്ക് കൂടെ തീ പടർന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. വലിയൊരു അപകടം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. മെഡിക്കൽ ഷോപ്പിലേക്ക് തീ പടർന്നിരിക്കുന്നു. അതായത് അതിന്റെ ഗോഡൌൺ ആണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ PRC എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പിലേക്കാണ്, മെഡിക്കൽ ഷോപ്പിന്റെ മുകളിലേക്കാണ്, വലിയൊരു മെഡിക്കൽ ഷോപ്പാണ്. അപ്പോൾ ആ മെഡിക്കൽ ഷോപ്പിന്റെ ഗോഡൌണിലേക്കാണ് ഇപ്പോൾ തീ പടർന്നിരിക്കുന്നത്. അത് കെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് വലിയ വെല്ലുവിളിയാണ്. കാരണം ഈ പറയുന്ന ഈ റോഡിന്റെ വശത്ത് കൂടെ തീ പടരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. അത് ആദ്യം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതായത് അത് കെടുത്തിയിരുന്നു. പക്ഷേ ഇത് ഈ പറയുന്നത് പോലെ മുൻവശത്ത് കൂടിയാണ് ഇപ്പോൾ തീ പടർന്നിരിക്കുന്നത്. വലിയ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. മാത്രമല്ല, പോലീസിന്റെ അനൗൺസ്മെന്റ് ഉണ്ട്, ജനങ്ങളോട് പിരിഞ്ഞു പോകണം. കാരണം വലിയ രീതിയിലുള്ള കെമിക്കൽ വസ്തുക്കളായിരിക്കും മെഡിക്കൽ ഷോപ്പിലുള്ളത്. അത് പൊട്ടിത്തെറിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സാഹചര്യം മനസ്സിലാക്കി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അനൗൺസ് ചെയ്യുന്നുണ്ട് പോലീസ്. അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൂടി ഒരു സഹകരണം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. പലയിടത്തും ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ബസ് സ്റ്റാൻഡിനുള്ളിൽ ഏകദേശം കാഴ്ചക്കാരായി നിന്ന് ജനങ്ങളെ പിരിച്ചുവിടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ റോഡിന്റെ വശത്തായിട്ട് എസ്കലേറ്ററിന് സമീപത്തുള്ള മേൽപ്പാലത്തിന് സമീപത്തുള്ള റോഡിൽ ഇപ്പോഴും ജനങ്ങൾ തടിച്ചു കൂടിയിരിക്കുകയാണ്. ഈ പറയുന്നത് പോലെ തൊട്ടടുത്ത് കെട്ടിടങ്ങളുണ്ട്. ഈ ഏകദേശം ഒരു തീ ആളിക്കത്തുന്നത് തടഞ്ഞു വന്നപ്പോഴേക്കുമാണ് മെഡിക്കൽ ഷോപ്പിലേക്കും തീ പടർന്നിരിക്കുന്നത്. അത് വലിയ വെല്ലുവിളിയായിരിക്കും ഫയർഫോഴ്സ് സംഘത്തെ സംബന്ധിച്ചുണ്ടാവുക. മാത്രമല്ല, പോലീസും സംയുക്തമായി പ്രവർത്തിക്കുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങളെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ഈ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന വെല്ലുവിളി. വലിയ ഏകോപനം ഇതിന്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമുക്ക് വീഡിയോയിൽ കാണാം, അത് പൊളിച്ച് അല്ലെങ്കിൽ ചില്ലാണ്, അത് പൊളിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. അവിടെ കയറിയതിനു ശേഷം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ച് ദൂരത്ത് നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. ഒരുപക്ഷെ അങ്ങോട്ട് കയറി അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത് എത്തിയുള്ള ഒരു വെള്ളം പമ്പ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരിക്കും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തുന്നത്. എന്തായാലും ഈ മെഡിക്കൽ ഷോപ്പിലേക്കും PRC എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പിലേക്കും കൂടെ തീ പടർന്നതോടെ അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ പറയുന്നത് പോലെ മെഡിക്കൽ ഷോപ്പുകളും ലോട്ടറി കടകളും ഏകദേശം 4-5ഓളം ബേക്കറി കടകളുമുള്ള ഒരു ബിൽഡിങ്ങിനാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. വലിയ നാശനഷ്ടം, അതായത് ഊഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ പറയുന്നത് പോലെ വസ്ത്രങ്ങളെല്ലാം അവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കണം. വലിയ ആഘോഷങ്ങൾ വരുന്നുണ്ട്, പെരുന്നാൾ ഉൾപ്പെടെ, സ്കൂൾ തുറപ്പ് ഉൾപ്പെടെയുള്ള വലിയ പരിപാടികൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വസ്ത്രങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ മെഡിക്കൽ ഷോപ്പിലേക്കും കൂടെ തീ പടർന്നതോടെ ഈ വലിയ നാശനഷ്ടം, ഊഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വരുന്നത്. പരിസരത്ത് ആംബുലൻസ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഒരു 10-ലധികം ആംബുലൻസും ഈ പറയുന്നത് പോലെ ബസ് സ്റ്റാൻഡിൽ ഉണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ അതിൽ കൃത്യമായി ഇടപെടാൻ തന്നെയാണ്. ഇനി എങ്ങനെയാണ് പൂർണ്ണമായും, അതായത് ഒരിക്കലും തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇത്രയും നേരവും നടത്തിയിരുന്നത് എങ്കിൽ അവിടെ തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് കൂടി തീ പടരുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്കാകരമായ ഒരു കാര്യം. അത് നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ അധികൃതർ, അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഫയർ ഫൈറ്റേഴ്സ് അടക്കമുള്ളവർ.